ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ, അതായത് എബോവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിസിൻ്റെ കാറ്റഗറിയിൽ ഇഷ്ടംപോലെ പുതിയ വണ്ടികൾ വരുന്നുണ്ട്, എക്സിസ്റ്റിംഗ് വണ്ടികൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്, ഫേസ് ലിഫ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടി ഡെഫിനറ്റ്ലി കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ക്രെറ്റ തന്നെയാണ്. ഡസ്റ്ററാണ് ഇനീഷ്യലി ഒരു സെഗ്മെൻറ്റ് കൊണ്ടുവന്നതൊക്കെ ഓക്കെ, പക്ഷേ 2015 ക്രെറ്റ വന്നപ്പോൾ തൊട്ട് പിന്നെ സെയിൽസ് ഇതങ്ങോട്ട് ഏറ്റെടുത്തു. പിന്നെ അധികം താഴത്തേക്ക് വണ്ടി വീണിട്ടില്ല, ഇപ്പോഴും ടോപ്പ് ലിസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈവൻ 2025 തന്നെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി നമ്മുടെ ക്രെറ്റ ആയിരുന്നു, അതായത് സെക്കൻഡ് ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി. എസ് യു വിസിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി തന്നെയാണ്. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ ഹ്യുണ്ടായി വണ്ടി അപ്ഡേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഇത് ഹ്യുണ്ടായി ആണ്, അതുകൊണ്ട് അവരെന്തായാലും അപ്ഡേറ്റ് ചെയ്യും, ഓർ ജനറേഷൻ മാറ്റും, അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് കൊടുക്കും, എല്ലാം നമുക്കറിയാം. 2024 നമുക്ക് ക്രെറ്റയ്ക്ക് ലാസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു ഫേസ് ലിഫ്റ്റ് ആയിരുന്നു. കാരണം 2023 സെൽട്ടോസിലൊരു ഫേസ് ലിഫ്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷമായപ്പോഴേക്കും ഹ്യുണ്ടായി അത്യാവശ്യം നല്ലൊരു കോംപ്രിഹെൻസീവ് അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ ക്രെറ്റയ്ക്ക് കൊടുത്തത്. ഇനി വരാൻ പോകുന്നത് പക്ഷേ ഒരു ഫേസ് ലിഫ്റ്റ് അല്ല, ഒരു കംപ്ലീറ്റ് ജനറേഷൻ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവറാണ്. ആൻഡ് നമ്മൾ എല്ലാവരും പുതിയ സെൽട്ടോസ് കണ്ടതാണ്, അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആൻഡ് അതും ഒരു മേജർ ജനറേഷൻ ചേഞ്ച് തന്നെയായിരുന്നു. സൈസ് ആയിക്കോട്ടെ, പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടാണ് അവർ ആ ഒരു വണ്ടി ഇറക്കിയത്. ഇനിയിപ്പോൾ സംശയമൊന്നും വേണ്ട, ഈ വണ്ടിയുടെ കേസിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. സൈഡ് മിറേഴ്സ് വരെ സെയിം നമ്മുടെ സെൽട്ടോസിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ്. അലോയ് വീൽസ് അവർ സ്റ്റാഗേർഡ് സെറ്റപ്പ് ആണോ ട്രൈ ചെയ്യുന്നതെന്നറിയില്ല, ഫ്രണ്ടിലും ബാക്കിലും വേറെ വേറെയാണ്. പക്ഷേ നമുക്ക് എന്തായാലും സെൽട്ടോസിൽ ഇപ്പോൾ മാക്സിമം 18 ഇഞ്ച് വരെയാണ് കിട്ടുന്നത്. സത്യം പറഞ്ഞ ഒരു സെഗ്മെൻറ്റിൽ 18 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. സിയറിലാണ് മാക്സിമം അലോയ്സിൻ്റെ സൈസ് വരുന്നത്, അത് 19 ഇഞ്ചാണ്, അതാണ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലുത്. ആൻഡ് ബാക്കി വണ്ടികളെല്ലാം 18 ഇഞ്ച് വരെ പോയിട്ടുള്ളൂ. എനിവേ ഈ വണ്ടിയുടെയും പുതിയ ജനറേഷനും ഇപ്പോൾ തന്നെ ക്രെറ്റ ലൈനിൽ 18 ഇഞ്ച് വരെ കിട്ടുന്നുണ്ട്. സോ അതൊരു പ്രശ്നമാവേണ്ട കാര്യമില്ല, നമുക്ക് മാക്സിമം അത്രയും തന്നെ കിട്ടുമായിരിക്കും. ഇനിയിപ്പം ഭയങ്കര 19 ഇഞ്ച് കൊടുക്കാനുള്ള ആഗ്രഹം വരികയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എൻലൈൻ മോഡൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും. നോർമൽ ക്രെറ്റയിൽ അവർ റൈഡ് അത്ര കോംപ്രമൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് 19 ഇഞ്ചൊക്കെ കൊടുത്ത്. ഇനി അതല്ലാതെ ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിലും നമുക്കറിയാം സെൽട്ടോസിൽ 4.3 മീറ്റേഴ്സിൽ നിന്ന് 4.4 മീറ്റേഴ്സ് വരെയൊക്കെയുള്ളൊരു ജമ്പാണ് നമ്മൾ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ കണ്ടത്. ഈ വണ്ടിയും കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല നീളത്തിൽ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് തോന്നും. സോ ഇപ്പോഴത്തെ ക്രെറ്റ എന്ന് പറയുന്നത് 4.33 മീറ്റേഴ്സാണ് വരുന്നത്. ഇതെന്തായാലും 4.4 മീറ്റേഴ്സിന് മുകളിൽ പോകും. ഈവൻ നമ്മൾ വിട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും 1.8 മീറ്റേഴ്സിന് മുകളിൽ എന്തായാലും പോകും. അത് ഹൈറ്റ് വലിയ വ്യത്യാസമില്ല. സെൽട്ടോസിൽ ആക്ച്വലി ഹൈറ്റ് 10 mm എന്താണ്ട് കുറയാണ് ചെയ്തത്. പക്ഷേ ഇതിലും കണ്ടിട്ട് എനിക്കങ്ങനെ വലിയ വ്യത്യാസം തോന്നുന്നില്ല, അതുകൊണ്ട് അത് നമ്മൾ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. വീൽ ബേസിലും അത്യാവശ്യം നല്ല വ്യത്യാസം വരും. 2610 mm അടുത്താണ് ഇപ്പോഴത്തെ ക്രെറ്റയുടെ വീൽ ബേസ്. പക്ഷേ എന്തായാലും പുതിയ വണ്ടി വരുമ്പോഴേക്കും നമുക്കൊരു 2.7 മീറ്റേഴ്സിൻ്റെ തൊട്ട് താഴത്തായിട്ട് 2690 mm സെൽട്ടോസിൻ്റെ വീൽ ബേസ് എന്ന് തോന്നുന്നു. ഇനി ഏകദേശം ആ റേഞ്ചിലായിരിക്കും വരുന്നത്. റിയർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ സെൽട്ടോസിൻ്റെ ഈ പുതിയ മോഡൽ ക്യാമോഫ്ലാജ് ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ട അതേ ലുക്ക് തന്നെയുണ്ട്. മൊത്തം ബാക്കിലൊക്കെ വലിച്ചു കെട്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ്സിൻ്റെ സെറ്റപ്പ് ഏകദേശം സിമിലർ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇവരിപ്പോൾ ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സൗത്ത് കൊറിയയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നമുക്കറിയാം ഹ്യുണ്ടായുടെ ഹോം കൺട്രിയാണ്. അപ്പോൾ എന്തായാലും അവിടെ തന്നെ ഇവർ തുടങ്ങുള്ളൂ എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞ് 2027 ഈ വണ്ടിയുടെ ലോഞ്ച് ഒഫീഷ്യലി നടക്കാൻ പോകുന്നത്. സോ 2026 എന്തായാലും ക്രെറ്റയിൽ അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഒരു ഫുൾ വർഷം ഈ സെയിം വണ്ടി തന്നെയായിരിക്കും കിട്ടുന്നത്. പക്ഷേ അപ്ഡേറ്റ് വേണോ എന്ന് ചോദിക്കുമ്പോഴാണ് വേറൊരു ഇത് വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പം തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്, ക്വാളിറ്റിയിൽ കുഴപ്പമില്ല, എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും ഉണ്ട്. ഇതിൻ്റെ അകത്ത് പവർ ട്രെയിനിലൊരു അപ്ഡേറ്റ് വരും, അത് നമുക്ക് നോക്കാം. എന്തായാലും ഇൻറ്റീരിയേഴ്സിന് സ്പൈ ഷോട്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് കവർ ചെയ്തേക്കാം. ഇതിൽ പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം അവർ ഡാഷ്ബോർഡ് മൊത്തം കവർ ചെയ്തിട്ടിരിക്കുകയാണ്. അതും ക്യാമോഫ്ലാജ് അല്ല, ജസ്റ്റ് മൊത്തം ഒരു തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന പോലെ കണ്ടിട്ട് തോന്നുള്ളൂ. ആൻഡ് അതിനിപ്പം വരും കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സ്പൈ ഷോട്ട്സ് കിട്ടുമ്പം നമുക്ക് കവറില്ലാതെയും ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. സീറ്റ്സിന് ഡിസൈൻ ഏതായാലും കാണാം. ഹെഡ് റെസ്റ്റ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം പുതിയ സെൽട്ടോസിൽ കിട്ടുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. അത്രയും സ്പോർട്ടി അല്ല, പക്ഷേ ഡിസൈൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഈവൻ സീറ്റ്സിന് ഡിസൈൻ ആണെങ്കിലും നമുക്ക് കുറച്ച് വ്യത്യാസം എന്തായാലും കാണാൻ പറ്റും. ഇപ്പോഴത്തെ സെൽട്ടോസായിട്ട് കുറച്ചധികം ഇൻസ്പിറേഷൻ അവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ ക്രെറ്റയുടെ സീറ്റ്സുമായിട്ട് ഇത് കാണാനും വലിയ സിമിലർ അല്ല. ഇവരിപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടി ഓൾ ബ്ലാക്ക് ആണ്. നമുക്ക് ഈവൻ ഡോർ പാഡ്സ് എടുക്കുകയാണെങ്കിലും സീറ്റ്സ്, ഡാഷ്ബോർഡ് എല്ലാം ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഈവൻ നമ്മുടെ ഡോർ ഹാൻഡിൽസിന് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അതിലും വ്യത്യാസമുണ്ട്. ഡോർ പാഡ്സിന് ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഈ ഹാൻഡിൽസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ഇപ്പോൾ വരുന്ന ക്രെറ്റയിൽ. പിന്നെ ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ചെയ്ത് അത്രേ ഉള്ളവരാണ്ട്. ഇപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഏതായാലും റിയർ സീറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നല്ല ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് അവരിവിടെ ഒന്നും കവർ ചെയ്യാത്തതുകൊണ്ട് കറക്റ്റായിട്ടെല്ലാം കാണാൻ പറ്റും. AC വെൻസിൻ്റെ ഡിസൈൻ ആക്ച്വലി സെയിം ആണ്. ഇപ്പോൾ വരുന്ന ക്രെറ്റയിലും ഇതേ ഡിസൈൻ തന്നെയാണ് ഒരു ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്യാബിൻ അത്യാവശ്യം നല്ല വിത്ത് വന്ന പോലെ ഒരു ഫോട്ടോയിൽ തോന്നുന്നുണ്ട്. ഇതിന് അൾട്രാവൈഡ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും വിത്ത് ഓഫ് കോഴ്സ് കൂടും, കാരണം പ്ലാറ്റ്ഫോം K3 ആയല്ലോ. ഇപ്പോൾ K2 പ്ലാറ്റ്ഫോമാണ് ക്രെറ്റ ബേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കാണാം. അതുപോലെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് എന്തായാലും ഇവിടെ വരും. പിന്നെ സെൻറ്റർ ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്പേസ് ആണെങ്കിലും വീൽ ബേസ് കൂടുന്നുണ്ട്. ഉറപ്പായിട്ടും ഇപ്പോൾ ഉള്ളതിന് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. സെൽട്ടോസിൻ്റെ പുതിയ ജനറേഷന് നമുക്ക് ഇപ്പോൾ ഉള്ള ക്രെറ്റയേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ സ്പേസ് വരുന്നുണ്ട്. സോ റിയർ സീറ്റ്
സീറ്റ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും നമുക്ക് എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അടുത്ത മെയിൻ സംഭവം പറയാം, അതാണ് നമ്മുടെ പവർ ട്രെയിൻ ഓപ്ഷൻസ്. സെൽറ്റോസിൻ്റെ കാര്യത്തിൽ അവർ ജനറേഷൻ അപ്ഡേറ്റ് കൊണ്ടുവന്നപ്പം അങ്ങനെ പ്രത്യേകിച്ച് പവർ ട്രെയിൻ ഒന്നും മാറ്റിയില്ല. നമുക്ക് സെയിം 1.5 NA പെട്രോൾ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് CVT അതായത് IVT ഉണ്ട്, പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്, അതും 115 PS പവർ, 250 Nm ടോർക്ക്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതായത് ടോക്ക് കൺവേർട്ടർ ഉണ്ട്, 6 സ്പീഡ് മാനുവൽ ഉണ്ട്, അതൊക്കെ ഓക്കെ. ആൻഡ് പിന്നെ നമ്മുടെ അവർ സെൽറ്റോസിൽ വെച്ച് ഡെബ്യൂ ചെയ്ത സെൽറ്റോസ് ആണ് പറഞ്ഞതാണ്, എന്തായാലും 1.5 TGD അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് 160 PS പവറും 253 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കാണ് നോർമൽ ക്രെറ്റയിൽ കിട്ടുന്നത്. എൻലൈൻ എടുക്കുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവലും കൂടെ നമുക്ക് കിട്ടും. ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉള്ളതല്ലേ, പിന്നെന്താ ഇതിൽ പുതിയത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. അതെ, വളരെ ശരിയാണ്, ഞാൻ ഓൾറെഡി ഉള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പുതിയത് വരാൻ പോകുന്ന ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണ്. നമുക്ക് ഓൾറെഡി ഇലക്ട്രിക് ഉണ്ട്, അത് എപ്പോഴത്തേക്ക് ജനറേഷൻ അപ്ഡേറ്റ് ആവുന്നൊന്നും ഹ്യുണ്ടായി പറഞ്ഞിട്ടില്ല. പക്ഷേ സെൽറ്റോസിൽ മിക്കവാറും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ തന്നെ ഹൈബ്രിഡ് ഇറക്കാതിരുന്നത്. പിന്നെ നമുക്ക് കോമ്പറ്റീഷൻ ആണെങ്കിലും ആകപ്പാടെ ടൊയോട്ടയുടെ TNGA സീരീസിൽ വരുന്ന 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ ബേസ്ഡ് ഹൈബ്രിഡ് ഉള്ളല്ലോ. സോ പതുക്കെ എല്ലാ കമ്പനികളും ഇറക്കട്ടെ എന്ന് ഹ്യുണ്ടായി വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഡസ്റ്റർ വന്നു ഹൈബ്രിഡുമായിട്ട്, അതും ഇപ്പോഴൊന്നും ഇറങ്ങില്ല. ആക്ച്വലി 2026 ലാസ്റ്റൊക്കെ ആകുമ്പോഴേ ആ വണ്ടിയും ഡെലിവറി അവർ കൊടുത്തു തുടങ്ങുള്ളൂ. പ്രൈസ് ചിലപ്പോൾ നമുക്ക് മാർച്ചിനുള്ളിൽ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിവിടെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് അല്ല, അതായത് അവരിപ്പോൾ അതിൻ്റെ പാർട്സ് ഇമ്പോർട്ട് ചെയ്യാണ്. പതുക്കെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അവർ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. പാർട്സ് ഇമ്പോർട്ട് ചെയ്യുക മീൻസ് അതിൻ്റെ അകത്ത് ബാറ്ററി പാക്ക് ഉണ്ട്, അതുപോലെ മോട്ടർ ഉണ്ട്, ഇതെല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. മിക്കവാറും ചൈനയിൽ നിന്നായിരിക്കും. 90% അടുത്താണ് വണ്ടി ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഹ്യുണ്ടായി ഓൾറെഡി പാർട്സൊക്കെ ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്തിട്ട് ആദ്യം തന്നെ ക്രെറ്റ ഇറക്കുകയാണെങ്കിൽ എന്തായാലും നല്ല സെയിലുള്ള വണ്ടിയാണ്. അപ്പോൾ പിന്നെ ഹൈബ്രിഡും കൂടെ ഇറക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ വാങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇവരുടെ 1.5 ലിറ്റർ ഇപ്പോഴത്തെ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിരിക്കും. 4 സിലിണ്ടറാണ് ആ വണ്ടി വരുന്നത്. സോ നമ്മുടെ ടൊയോട്ടയുടെ ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററാണ്. മറ്റേ 3 സിലിണ്ടറാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓൺ ആകുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ വൈബ്രേഷൻ സാധനങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. എഫിഷ്യൻസിയുടെ കാര്യം എങ്ങനെ ഇരിക്കും എന്നുള്ളത് വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഓൺ പേപ്പർ പവർ ഫിഗേഴ്സും എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം റെനോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫോർമുലൈ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ഇവിടെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതും 160 PS കമ്പൈൻഡ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 8.9 സെക്കൻഡ്സ് ആണ് അത് വെച്ച് വരുന്ന ഡസ്റ്ററിൻ്റെ 0 to 100 ടൈമിംഗ് പുറത്തുള്ളത്. സോ നമുക്കിപ്പം പൊതുവെ ടെർബോ പെട്രോളിൻ്റെ അത്രയും 0 to 100 ടൈമിങ്സ് ആണ് ഇതിൻ്റെ ഹൈബ്രിഡ് തന്നെ ജനറേറ്റ് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇവരുടെ അത്രയും ഔട്ട്പുട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം ടൊയോട്ടയുടെ മാക്സിമം 116 PS ആണ് അവർ 1.5 ലിറ്റർ എഞ്ചിൻ ഹൈബ്രിഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഒരു 120, 125 or 130 വരെ വരികയാണെങ്കിൽ പോലും ഏകദേശം ഒരു സബ് 10 സെക്കൻഡ്സ് 0 to 100 ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ മറ്റേതിൻ്റെ അത്രയും ഫാസ്റ്റ് ആവണമെന്നില്ല. എന്തായാലും ഈ സെഗ്മെൻറ്റിൽ ഇപ്പോഴത്തെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയിൽ ഹൈബ്രിഡ് വരുമ്പം ഇനിയിപ്പോൾ എന്താവും എന്നുള്ള സംഭവം നമുക്ക് കണ്ടറിയാം. ഈ വണ്ടിയെ പറ്റി നിങ്ങൾക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എന്താണ് കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടൈം ചെക്കൗട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.